നിങ്ങൾ PSC പരീക്ഷ എഴുതിയവരാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ സ്കൂൾ തലത്തിലെ മാത്സ് ക്വിസുകളിലൊക്കെ പങ്കെടുത്തവരാണെങ്കിൽ അതിൽ ചില കുറുക്കു ചോദ്യങ്ങൾ ഉണ്ടാകാറുണ്ടല്ലോ. ഒരു ഉദാഹരണം ഞാൻ പറയാം. ABCD എന്നീ 4 കൂട്ടുകാരുണ്ട്. അതിൽ എയുടെ കയ്യിൽ ഒരു സാധനത്തിന്റെ ഒറിജിനലുമുണ്ട്, ഡ്യൂപ്ലിക്കേറ്റുമുണ്ട്. എ ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് ഒറിജിനൽ ആണെന്നും പറഞ്ഞ് ബിക്ക് ഗിഫ്റ്റായി കൊടുക്കുന്നു. ഇതിൽ അസൂയ കൊണ്ട സി ബിയിൽ നിന്നും അത് അടിച്ചു മാറ്റുന്നു. പക്ഷേ അത് ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് മനസ്സിലായപ്പോൾ സി അത് ഡിക്ക് കൊടുക്കുകയും എ അറിയാതെ എയുടെ കയ്യിൽ നിന്നും ഒറിജിനൽ അടിച്ചു മാറ്റുകയും ചെയ്യുന്നു. ഇപ്പോൾ ഒറിജിനൽ ആരുടെ കയ്യിൽ, ഡ്യൂപ്ലിക്കേറ്റ് ആരുടെ കയ്യിൽ? ചോദ്യം ചോദിച്ചു തുടങ്ങുമ്പോൾ ഭയങ്കര കുഴപ്പം പിടിച്ച ചോദ്യമാണെന്നൊക്കെ തോന്നുമെങ്കിലും ഒരു കോപ്പും അല്ല എന്ന് അതിൻ്റെ ഉത്തരത്തിലേക്ക് എത്തുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഇതുപോലെയാണ് ARM എന്ന സിനിമയും. പെയ്ഡ് റിവ്യൂകൾ അവസാനിക്കുന്നില്ല എന്നതിൻ്റെ ഒടുക്കത്തെ ഉദാഹരണമാണ് ARM എന്ന സിനിമ. ARM ഒരു മോശം സിനിമയാണെന്ന് പറയാൻ സാധിക്കില്ല. പക്ഷെ പറയാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. സോഷ്യൽ മീഡിയകളിലെ റിവ്യൂ രാജാക്കന്മാരിൽ നിന്നും കേട്ടതിൻ്റെ 4/1 പോലും ഈ സിനിമയോ അതിൻ്റെ കഥാഗതിയോ പ്രേക്ഷകനെ ഇംപ്രസ് ചെയ്യിക്കുന്നില്ല എന്നതാണ്. വളരെ അധികം പ്രഡിക്റ്റബിൾ ആയ ഒരു സ്റ്റോറി ലൈൻ. ആദ്യ പകുതിയിൽ സിനിമ ഉണ്ടാക്കിയെടുക്കുന്ന ആ എനർജി രണ്ടാം പകുതിയിലേക്ക് എത്തുമ്പോൾ പതിയെ ചോർന്നു തുടങ്ങുകയും ക്ലൈമാക്സിനോട് അടുക്കുമ്പോൾ അത് പൂർണ്ണമായും ഇല്ലാതാകുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് സിനിമയ്ക്കുള്ളത്. അതിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്ന് കഥ ഇനി എന്താകുമെന്ന് പൂർണ്ണമായും പ്രേക്ഷകന് മനസ്സിലാകുന്നത് കൊണ്ട് തന്നെയാണ്. സിനിമയിൽ വർക്കൗട്ടായ കോമഡി ബിജുക്കുട്ടൻ്റേത് മാത്രമായിരുന്നു. പതിവ് ക്ലീഷേ ശൈലിയിലുള്ള ബേസിൽ ജോസഫിന്റെ KP സുരേഷ് എന്ന കഥാപാത്രം അങ്ങേയറ്റം വെറുപ്പിക്കലായിരുന്നു. സിനിമയ്ക്ക് വേണ്ടി ടൊവിനോ എടുത്ത എഫേർട്ട് കയ്യടി അർഹിക്കുന്നുണ്ട്. 30 കോടി ബഡ്ജറ്റിൽ ഒരുക്കിയെടുത്ത വിഷ്വൽ ട്രീറ്റും അഭിനന്ദനങ്ങൾ അർഹിക്കുന്നു. പഴയകാലത്തെ ജാതി വ്യവസ്ഥയും ഇന്നും അത് സമൂഹത്തിൽ തുടരുന്നുണ്ടെന്ന സന്ദേശവും നൽകാൻ സിനിമ ശ്രമിക്കുന്നുണ്ട്. നിനക്കൊക്കെ പിന്നെ സർക്കാർ ജോലി കിട്ടാൻ എളുപ്പമാണല്ലോ എന്ന ഡയലോഗ് ഒരു ഒളിയമ്പായിരുന്നു. അതെഴുതുമ്പോൾ സുജിത് നമ്പ്യാർ എന്ന ജാതിവാലുള്ള തിരക്കഥാകൃത്തിന്റെ മനസ്സിൽ സതുദ്ദേശമായിരുന്നോ ദുരുദ്ദേശമായിരുന്നോ എന്ന് അദ്ദേഹത്തിന് മാത്രമേ അറിയൂ. വലിയ എക്സ്പെക്ടേഷൻസ് ഒന്നുമില്ലാതെയുള്ള ഒരു വൺ ടൈം വാച്ചബിൾ മൂവി എന്നോ ഒരു ബിലോ ആവറേജ് മൂവി എന്നോ ARMനെ വിശേഷിപ്പിച്ചാലും അധികമേ ആവുകയുള്ളൂ. നിങ്ങളുടെ യോജിപ്പുകളും വിയോജിപ്പുകളും താഴെ കമൻറ്റുകളായി രേഖപ്പെടുത്തുമല്ലോ.